ശൂരനാട് വടക്ക് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനം നടത്തി. നരസിംഹജ്യോതി പുരസ്കാരവും സമ്മാനിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടിയും നർത്തകിയുമായ ആശാ ശരത്തിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ശൂരനാട് വടക്ക് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് സാംസ്കാരിക സമ്മേളനവും നരസിംഹജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തിയത്. ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ അധികം പോകാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ അമ്പല പരിസരത്താണ് എന്നുള്ള ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മറ്റ് പരിപാടികളെ പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ആൾക്കാർ അത് കേൾക്കുവാനും കാണുവാനും ഒക്കെ എത്തിച്ചേർന്ന് നമുക്ക് കഴിയും. ഇവിടെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും സിനിമയിലും മറ്റിതരം മേഖലകളിലും അവർ ഏറ്റവും അധികം പങ്കെടുക്കുന്നത് ഡാൻസ് ഗ്രൂപ്പുകളാണ്. സ്വന്തമായിട്ടുള്ള ഡാൻസ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള പ്രിയപ്പെട്ട ശ്രീ ആശാ ശരത്ത് ഇന്നിവിടെ വളരെ നേരത്തെ എത്തിച്ചേരുകയും ആ ആശാ ശരത്തിന്റെ അവാർഡ് ഉൾപ്പെടെ ഇന്ന് നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കൊടുക്കുവാനും ഒക്കെ എന്നോടൊപ്പം ഇവിടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. നടിയും നർത്തകിയുമായ ആശാ ശരത്തിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് MP പുരസ്കാരം കൈമാറി. പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഈ പുരസ്കാരം ആത്മീയതയുടെ പ്രതീകമാണ്. ഭക്തരിൽ കോടാനുകൂടി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു അവാർഡിനേക്കാൾ പുരസ്കാരത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു പുരസ്കാരമാണ് ഈ ക്ഷേത്ര ഭരണസമിതി സമ്മാനിക്കുന്നത് എന്ന് സന്തോഷത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുക. വളരെ പ്രഗത്ഭരായ കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നൃത്തരംഗത്തൊക്കെ തന്നെ, ക്ലാസിക്കൽ കലകളിലൊക്കെ തന്നെ പ്രഗത്ഭരായ വ്യക്തികൾ കേരളത്തിൽ പുറത്താണ് കർണാട്ടിക് സംഗീതത്തിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അഭിമാനമായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ കാണുന്ന ശ്രീമതി ആശാ ശരത്തിന് ഇന്ന് ഇവിടെ നൽകുന്ന ഈ പുരസ്കാരം അത് സമ്മാനിക്കുവാൻ എനിക്ക് അവസരം തന്നേനെ. ആനയടി ദേവസ്വം പ്രസിഡന്റ് ജി ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. തന്ത്രി രമേശ് ഭട്ടതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, MS അരുൺകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ചാങ്കുരേത്ത, പഞ്ചായത്ത് അംഗങ്ങൾ, ദേവസ്വം സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള, ട്രഷറർ ആനയടി ബിനുകുമാർ, വൈസ് പ്രസിഡന്റ് G ജയചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി T മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിവരാസനം പാടിയ ശേഷം അത്താഴം വിളമ്പുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അമ്പലവും അമ്പലത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ എനിക്കെന്നും ഒരുപാട് സന്തോഷവും ആനന്ദവും പോസിറ്റീവ് എനർജിയും ഒക്കെ നൽകുന്ന കാര്യങ്ങളാണ്. ഏകദേശം 30 വർഷങ്ങളായി, ഞാൻ 31 വർഷമായി ഒരു പ്രവാസി മലയാളിയായി ദുബായിൽ ജീവിക്കുന്നു. പക്ഷെ എൻ്റെ തൊഴിലിടം കേരളവും ഭാരതവും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും നാട്ടിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു എന്ന് വേണം പറയാൻ. എങ്കിലും മറ്റൊരു നാട്ടിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും ഭക്തിയും ഭജനം മുഴങ്ങുന്ന അന്തരീക്ഷമൊക്കെ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ടാണ് ഞാൻ സഞ്ചരിച്ചത്. എപ്പോഴും വേദി നൃത്തം അവതരിപ്പിക്കുമ്പോൾ ദശാവതാരം അവതരിപ്പിക്കാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അതുവരെയുള്ള സൗമ്യഭാവങ്ങൾ മാറി നരസിംഹത്തിലേക്ക് എത്തുമ്പോൾ രൗദ്രഭാവത്തിലുള്ള മഹാവിഷ്ണുവിനെയാണ് അവതരിപ്പിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.